ഇന്ന് നമ്മൾ മെട്രിസസ് എന്നുള്ള സെക്ഷനിൽ 8 തരത്തിലുള്ള 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല എക്സാമുകളിലും മെട്രിക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു 8 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സിമെട്രിക് മെട്രിസസ് ആണ്, പിന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിസസ്, ഓർത്തോഗണൽ മെട്രിസസ്, ഐഡംപൊട്ടൻറ്റ് മെട്രിസസ്, പെർമ്യൂട്ടേഷൻ മെട്രിസസ്, പീരിയോഡിക് മെട്രിസസ്, നിൽപോട്ടൻറ്റ് മെട്രിസസ് ആൻഡ് ഇൻവളണ്ടറി മെട്രിസസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് സിമെട്രിക് മെട്രിസസ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനാണ് നമ്മൾ സിമെട്രിക് മെട്രിസസ് എന്ന് വിളിക്കുക. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അതിലൊന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സ് എയും ബിയും സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് എ പ്ലസ് ബി, എ മൈനസ് ബി, കെ ടൈംസ് എ ബി, ബി എ പവർ എൻ, ഇവയൊക്കെ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സെക്കൻഡ് വൺ എ ബി സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി, അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എ ബി എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. അതുപോലെ എ ബി സിമെട്രിക് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. ദെൻ എ സിമെട്രിക്കും ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ഇപ്പോൾ ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്, അതായത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ദെൻ ഇനി ഏതൊരു സിമെട്രിക് മെട്രിക്സ് എടുത്താലും എ പ്ലസ് എ ട്രാൻസ്പോസ്, എ ഇൻറ്റു എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ഇൻറ്റു എ, ഇവയൊക്കെ സിമെട്രിക് ആയിരിക്കും. ഇനി ഒരു സിമെട്രിക് മെട്രിക്സ് ഈ ഒരു ടൈപ്പിലാണ്, അതായത് എ ബി സി, എ ബി സി, ബി സി എ, സി എ ബി, അതായത് ഈ ഒരു കോമ്പിനേഷൻ 3 എലമെൻസിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഒരു സിമെട്രിക് മെട്രിക്സ് തന്നതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 3abc മൈനസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് സി ക്യൂബ് ആയിരിക്കും. ഇത് ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതുപോലെ ഈ രീതിയിലാണ് സിമെട്രിക് മെട്രിക്സ് തന്നതെങ്കിൽ എ എച്ച് ജി, എ എച്ച് ബി എഫ്, ജി എഫ് സി, ഈ രീതിയിലാണ് തന്നതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് 3abc മൈനസ് എ എഫ് സ്ക്വയർ മൈനസ് ബി ജി സ്ക്വയർ മൈനസ് സി എച്ച് സ്ക്വയർ, ഈ രീതിയിലാണ് നമ്മളതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് വൺ ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു നെഗറ്റീവ് എ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും എടുത്താൽ ഒരു നെഗറ്റീവിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എ ഈക്വൽ ടു നെഗറ്റീവ് എ ട്രാൻസ്പോസ് ആണ്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എയും ബിയും രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും എ ബി മൈനസ് ബി എ, കെ ടൈംസ് എ, ഇവയൊക്കെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ എ പവർ എൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എൻ ഈവൺ ആണെങ്കിൽ അത് സിമെട്രിക് ആയിട്ട് മാറും, ഓഡ് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പവർ ആണ് കാണുന്നതെങ്കിൽ, ഇപ്പോൾ എ പവർ 6 ആണ് കാണുന്നതെങ്കിൽ 6 ഈവൺ ആയതുകൊണ്ട് കിട്ടുന്നത് സിമെട്രിക് ആയിരിക്കും. ഇനി എ പവർ 9 ആണ് കാണേണ്ടത്, അപ്പോൾ 9 ഓഡ് ആയതുകൊണ്ട് കിട്ടുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അത് സാധാരണ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എടുത്താലും എ മൈനസ് ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആണ് വരിക. അതുകൊണ്ട് തന്നെ എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഐ മൈനസ് എ എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും, അതായത് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് ഓഡ് ഓർഡർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ എൻട്രീസ് 0 ആണ്. ഓഡ് ഓർഡർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും 0 ആയിരിക്കും. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് ഈവൺ ഓർഡർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓഡ് ഓർഡർ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഈവൺ ഓർഡർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുക. ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വണ്ണാണ് ഓർത്തോഗണൽ മെട്രിസസ്. ഓർത്തോഗണൽ മെട്രിസസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അതുപോലെ എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഇവിടെ എ ഓർത്തോഗണൽ ആണെങ്കിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. കാരണം ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റിയാണ്. കോമൺ ആയിട്ട് എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് ഐഡൻറ്റിറ്റി കിട്ടുക. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇനി എ ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ +or -1 ആയിരിക്കും എപ്പോഴും വരിക, എയ്തർ +1 or
-1. ഇനി എയും ബിയും ഓർത്തോഗണൽ മെട്രിക്സ് ആണ് ഒരേ ഓർഡർ ഉള്ളതെങ്കിൽ എ പവർ എ ട്രാൻസ്പോസ് എ പവർ എൻ എ ഇൻവേഴ്സ് എ ബി ഇവയൊക്കെ ഓർത്തോഗണൽ ആയിരിക്കും. ദെൻ എ പ്ലസ് ബിയും കെ എയും ഓർത്തോഗണൽ ആവണമെന്നില്ല. ഇവിടെ കെ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ആണ്. ഇതാണ് കെ എ. ഓക്കെ, അതാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ എ പ്ലസ് ബിയും കെ ടൈംസ് എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആവണമെന്നില്ല. പക്ഷേ എ ട്രാൻസ്പോസ് എ പവർ എൻ എ ഇൻവേഴ്സ് എ ബി ഇവയൊക്കെ ഓർത്തോഗണൽ ആയിരിക്കും. ഇനി എ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റോസും കോളംസും ഓർത്തോ നോർമലായിട്ട് വരും. ദെൻ ഇനി ഒരു ജനറൽ ഫോമാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഈ ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എ പവർ എൻ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എ പവർ എൻ എന്ന് പറയുന്നത് കോസ് എൻ തീറ്റ സൈൻ എൻ തീറ്റ നെഗറ്റീവ് സൈൻ എൻ തീറ്റ കോസ് എൻ തീറ്റ. ഈ രീതിയിലാണ് നമ്മൾക്ക് എ പവർ എൻ കിട്ടുക. ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ എ ഈക്വൽ ടു കോസ് π/4 സൈൻ π/4 നെഗറ്റീവ് സൈൻ π/4 കോസ് π/4 തന്നിട്ട് എ പവർ 2015 കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഓർത്തോഗണൽ മെട്രിസസിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ്. ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു എ. നമ്മൾ എയിൻ്റെ ഒന്നുകൂടെ അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ എന്തെന്നെ കിട്ടണം, നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് എ തന്നെ കിട്ടണം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എ എന്നുള്ള ടൈപ്പ് മെട്രിക്സിനെയാണ് നമ്മൾ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി എ ഐഡംപൊട്ടൻ്റ് ആണെങ്കിൽ എ പവർ എൻ എന്ന് പറയുന്നത് എപ്പോഴും എ ആയിരിക്കും. ദെൻ എ ഈസ് ഐഡംപൊട്ടൻ്റ് ഇംപ്ലൈസ് എ പവർ എൻ എ ട്രാൻസ്പോസ് ഐ മൈനസ് എ ഇവയും എന്തൊക്കെയായിരിക്കും, ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് തന്നെയായിരിക്കും. എയും ബിയും ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് ബി ഐഡംപൊട്ടൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി പ്ലസ് ബി എ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് എ ബി ഈസ് ഐഡംപൊട്ടൻ്റ് ഇഫ് എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ അത് ഈ രീതിയിലാണ് വരിക. നമ്മൾ എ പ്ലസ് ബി ഐഡംപൊട്ടൻ്റ് ആണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾക്ക് എന്ത് കിട്ടണം, എ പ്ലസ് ബി തന്നെ കിട്ടണം. അപ്പോഴാണ് നമ്മൾ എ പ്ലസ് ബിനെ ഐഡംപൊട്ടൻ്റ് എന്ന് വിളിക്കുക. ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ഈ രീതിയിലാണ് ലെഫ്റ്റ് സൈഡ് വരിക, ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഇത് എ പ്ലസ് ബിക്ക് ഈക്വൽ ആവണമെങ്കിൽ എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതുപോലെ തന്നെ എ ബി ഈസ് ഐഡംപൊട്ടൻ്റ് ഇഫ് എ ബി ഈക്വൽ ടു ബി എ. ഈ രീതിയിലാണ് നമ്മൾ പറയുക. കാരണം എ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക, എ ബി ഇൻറ്റു എ ബി എന്നാണ് എഴുതുക. ഇനി ഇതിന് എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബി എനെ നമ്മൾക്ക് എങ്ങനെ തന്നെ എഴുതാം, എ ബി എന്ന് എഴുതാം. ദെൻ ബി. ഇനി എ ഐഡംപൊട്ടൻ്റ് ആയതുകൊണ്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ആയിരിക്കും. അതുപോലെ ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി. ഈ രീതിയിലാണ് നമ്മൾ എ ബിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ എ ബി ഈസ് ഐഡംപൊട്ടൻ്റ് ഇഫ് എ ബി ഈക്വൽ ടു ബി എ. Then last property A is idempotent, then rank of A plus nullity of rank of A equal to trace of A ആയിരിക്കും. ഇതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. എ എന്ന് പറയുന്നത് ഒരു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റാങ്കും ട്രേസും ഈക്വൽ ആയിരിക്കും. ട്രേസ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ്. അതും ആ മെട്രിക്സിൻ്റെ റാങ്കും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എ നോൺ ഐഡൻറ്റിറ്റി ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ഈസ് സിംഗുലർ. അതായത് നോൺ ഐഡൻറ്റിറ്റി ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. അതായത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇവിടെ എ സ്ക്വയർ ഈക്വൽ ടു എ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലാത്ത വേറെ ഏതൊരു മെട്രിക്സ് എടുത്താലും ആ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഐഡൻറ്റിറ്റി അല്ലാത്ത മറ്റേതൊരു മെട്രിക്സ് എടുത്താലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് അത് ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് പെർമ്യൂട്ടേഷൻ മെട്രിസസ്. Permutation matrices. If each element of E is either 0 or 1, the sum of each row or column is 1.
അതായത് ഒരു മെട്രിക്സിനെ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കണം. അതുപോലെ റോ സമ്മും കോളം സമ്മും എടുത്താൽ 1 ആയിരിക്കണം. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഞാനൊരു 3x3 മെട്രിക്സ് ഈ രീതിയിൽ എടുക്കുകയാണ്. ഇതെന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണ്. കാരണം ഇതിൽ ഉള്ള മെമ്പേഴ്സ് 0ഉം 1ഉം മാത്രമാണ്. അതുപോലെ റോ സം എടുത്താലും കോളം സം എടുത്താലും നമ്മൾക്ക് എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി, ദ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ഓഫ് ഓർഡർ n is n ഫാക്ടോറിയൽ. അതായത് ഓർഡർ 3 ഉള്ള എത്ര മെട്രിക്സുകൾ ഉണ്ട് എന്ന് നോക്കാം, പെർമ്യൂട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ ഇവിടെ ഞാൻ ഓർഡർ 3 ഒരു മെട്രിക്സ് എടുത്താൽ ഫസ്റ്റ് എലമെൻറ്റ് 1 എടുത്താൽ ബാക്കി 2 എലമെൻറ്റ് 0 ആയിരിക്കും. അതായത് 1 നമ്മൾക്ക് ഒന്നിക്കൽ ഈ ഫസ്റ്റ് പ്ലേസിൽ എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് A12 എന്നുള്ള പൊസിഷനിൽ വെക്കാം, അതും അല്ലെങ്കിൽ A13 എന്ന് പറഞ്ഞ പൊസിഷനിൽ വെക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾക്കിവിടെ 1 എന്ന് പറയുന്നത് 3 വേസിൽ എഴുതാൻ പറ്റും. ഒന്നിക്കൽ ഇവിടെ, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ. അതേസമയം രണ്ടാമത്തെ റോയിൽ ഇപ്പോൾ ഇവിടെ 1 വന്നതുകൊണ്ട് നേരെ താഴെ 0 മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 1 കൊടുക്കാനുള്ള 2 പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നിക്കൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. അതായത് ഇവിടെ 2 വേസ് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ രണ്ടാമത്തെ പൊസിഷനിലാണ് 1 കൊടുത്തെങ്കിൽ ഇനി ലാസ്റ്റ് റോയിൽ ഇവിടെ മാത്രമേ നമുക്ക് 1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് റോയിൽ നമുക്ക് 1 വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 1 × 2 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. ഇതാണ് കിട്ടുക. അപ്പോൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? n ഫാക്ടോറിയൽ. ഇവിടെ 3 ആണ് ഓർഡർ, അപ്പോൾ 3 ഫാക്ടോറിയൽ വേസ്. അതുപോലെ ഓർഡർ n ആണെങ്കിൽ n ഫാക്ടോറിയൽ ആയിരിക്കും അതിൽ വരിക. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A is a permutation matrix implies determinant of A is plus or minus 1. അപ്പോൾ ഒരു മെട്രിക്സ് പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രോപ്പർട്ടി, A, B are permutation matrices of same order, then AB, BA, A⁴n are also permutation matrices. അപ്പോൾ എയും ബിയും പെർമ്യൂട്ടേഷൻ മെട്രിസസ് ആണെങ്കിൽ AB, BA, A⁴n എന്ന് പറയുന്നതും പെർമ്യൂട്ടേഷൻ മെട്രിസസ് ആയിരിക്കും. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, A ഒരു പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണെങ്കിൽ A⁴k = I എന്നുള്ള രീതിയിൽ അവിടെ ഒരു k എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾക്ക് ഇപ്പം എൻ്റെ ഏതെങ്കിലും ഒരു പവർ എടുത്താൽ അത് ഐഡൻറ്റിറ്റിക്ക് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ മെട്രിസസിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വണ്ണാണ് പീരിയോഡിക് മെട്രിക്സ്. പീരിയോഡിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A⁴k = A സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സുകളെയാണ് പൊതുവായിട്ട് പീരിയോഡിക് മെട്രിക്സസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് വണ്ണാണ് നിൽപൊട്ടൻ്റ് മെട്രിക്സ്. നിൽപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് A⁴k = 0. ഇപ്പോൾ A² 0, അല്ലെങ്കിൽ A³ 0, A⁴ 0 ഇങ്ങനെയൊക്കെ കിട്ടിയാൽ നമ്മൾ അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നിൽപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, നിൽപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നിൽപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതിൻ്റെ എയ്ഗൺ വാല്യൂസും 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ് വരിക. അതുപോലെ തന്നെ A നിൽപൊട്ടൻ്റ് ആണെങ്കിൽ I - A എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഈ 2 പ്രോപ്പർട്ടിയാണ് അവിടെ ഉള്ളത്, നിൽപൊട്ടൻ്റ് മെട്രിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ഇൻവളണ്ടറി മെട്രിസസ്. ഇൻവളണ്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A² = I. A² I എന്ന് പറഞ്ഞാൽ A × A = I. സാധാരണ നമ്മൾ A × A ഇൻവേഴ്സ് ആണ് I എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇത് മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. A⁻ = A ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഇൻവളണ്ടറി മെട്രിസസ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ A എന്ന് പറയുന്നത് ഒരു ഇൻവളണ്ടറി മെട്രിക്സ് ആണെങ്കിൽ വിത്ത് റിയൽ എൻട്രീസ്, ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറയുന്നത് +or-1 ആയിരിക്കും. അപ്പോൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് +or-1 ആയിരിക്കും. അതുപോലെ ഇൻവളണ്ടറി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നതും എന്തൊക്കെയാണ്? +or-1 ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻവളണ്ടറി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി. നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള 8 മെട്രിക്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സീ യു നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ബൈ.